പഴുത്ത ചക്ക കിട്ടിയാൽ ചക്കപ്പഴം കഴിക്കുന്നതിനേക്കാളും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഈ ചക്കയപ്പം ഉണ്ടാക്കാനാണ്. അതെന്തോ വല്ലാത്തൊരു ഭ്രാന്ത് പോലെയാണ് കേട്ടോ. എനിക്ക് ചക്കയപ്പം ഇഷ്ടമാണ്. എന്നാലും അതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ഇലയപ്പം കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു 2-3 എണ്ണം ഉണ്ടാക്കുന്നതാണ്. ഞാൻ തേങ്ങയൊക്കെ തിരുവി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങ് സംഭവിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ ഒരു ഇലയിലാണ് സാധാരണ ഇലയപ്പമൊക്കെ ഉണ്ടാക്കാറ്. വാഴയില അങ്ങനെ എടുക്കാറേ ഇല്ല. ഇതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെയാണ്. അത് ഈ വാഴയിലയ്ക്ക് വെച്ചാൽ അങ്ങനെ എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒരു വെപ്രാളത്തിൽ അങ്ങ് ഉണ്ടാക്കിയത് കൊണ്ട് ഭയങ്കര ചന്തമായിട്ട് വട്ടത്തിനൊന്നും പരത്താനൊന്നും പറ്റിയില്ല. എന്നാലും പരത്തിയൊക്കെ എടുത്തു. അതിലോട്ട് ശർക്കരയും കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അതുകൊണ്ട് കുറച്ച് തേങ്ങയും ശർക്കരയൊക്കെ വെച്ചു. അതിന് ഇതുപോലെയാണ് മടക്കി അങ്ങ് വെക്കുന്നത്. ഒരു 3-4 ഉണ്ടായിരുന്നുള്ളൂ. ചക്കയപ്പം ഇപ്പോൾ ഒക്കെ ഉണ്ടാക്കി മാറ്റിയതേ ഉള്ളൂ. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിലോട്ട് അടുത്ത് നമ്മുടെ തേങ്ങയും ശർക്കരയും വെച്ചുള്ള ഇലയപ്പമൊക്കെ വെച്ചു. ചക്കയപ്പം വേവുന്ന സമയമൊന്നും നമ്മുടെ സാധാ ഇലയപ്പത്തിന് വേണ്ടാന്ന് തോന്നുന്നു. ഇത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റെഡിയായി. എനിക്കാണെങ്കിൽ ചൂട് മാറുന്നത് വരെ നോക്കി നിൽക്കാനുള്ള സാവകാശമൊന്നുമില്ല. തണുത്തിട്ട് കഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാ പൊടിയൊക്കെ ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് പിന്നെ തട്ടിക്കൂട്ടലായതുകൊണ്ട് അതൊന്നും ചേർത്തില്ല. എന്നാലും ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ